അങ്ങനെ നമ്മുടെ ഡേ 2 തിരുപ്പതിയാണ്. അപ്പോൾ നമ്മൾ തലേദിവസം റീച്ചായി. നമ്മൾ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടലിൽ ഒരു ഓട്ടോക്കാരനാണ് നമ്മൾ കാണിച്ചു തന്നത്. പുള്ളിയുടെ ഹെൽപ്പോടെ നമ്മൾ അടുത്തൊരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് തന്നെ 2-3 വേറെ അമ്പലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ തൊഴാൻ ഇറങ്ങിയാണ് കേട്ടോ. നമ്മുടെ അന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ രാവിലെ താഴത്തെ അമ്പലങ്ങളൊക്കെ കവർ ചെയ്ത് ഒരു 22 കിലോമീറ്റർ മേളിലോട്ട് പോകുമ്പോഴാണ് തിരുമല ഇരിക്കുന്നത്. അവിടെയാണ് ആക്ച്വലി നമ്മൾ മുടി മൊട്ടയടിക്കുന്നതും കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് നാളത്തേക്കുള്ള ദർശനത്തിൻ്റെ ടോക്കൺ, അതായത് നമ്മൾ ടൈം ഉണ്ടാവും, നമുക്ക് ടൈം സ്ലോട്ടൊക്കെയുള്ള ടോക്കൺ കൊടുക്കുന്നു എന്ന് അറിഞ്ഞത്. നല്ല ക്യൂ ആയിരുന്നു. അത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറത്ത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഒരു പോർഷനിലാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക. അങ്ങനെ അമ്മ കുഞ്ഞ് പ്രയോറിറ്റി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യമേ കയറാൻ വേണ്ടി പറ്റി. ബാക്കിയുള്ളവർക്കൊക്കെ ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ക്യൂ, ഒരു 2-2.5 മണിക്കൂർ നീളുന്ന അല്ലെ അതിലും കൂടുതൽ എടുക്കുന്ന ഒരു ക്യൂവിന് ശേഷമാണ് കേട്ടോ അവർക്കൊക്കെ ടോക്കൺ കിട്ടിയത്. അങ്ങനെ നമ്മൾ തിരുമലക്കൊക്കെയുള്ള ബസ് കയറി. അങ്ങനെ APSRTCയുടെ തന്നെ ബസ്സായിരുന്നു. നമുക്കൊരു കുറച്ച് കിലോമീറ്റർ അങ്ങോട്ട് മാറുമ്പം ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. നമ്മളവിടെ നമ്മുടെ ബാഗും സാധനങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്യണം. നമ്മളെയും അവർ പരിശോധിക്കും. നമ്മുടെ കയ്യിൽ ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സോ പ്ലാസ്റ്റിക് ഒബ്ജക്ട്സോ ഒന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അതൊന്നും തിരുമലയിൽ അലൗഡല്ല. അങ്ങനെ നമ്മൾ ബസ്സിലെല്ലാം കയറി യാത്ര ചെയ്ത് നമ്മൾ മേലിലോട്ടേക്ക് എത്തി. പറയാതെ വയ്യ, തിരുമലയിലേക്കുള്ള വ്യൂ ഭയങ്കര രസമായിരുന്നു. നമ്മൾ ബസ്സിലോട്ട് പോകുമ്പം ഒരു 10 കിലോമീറ്റർ അങ്ങോട്ട് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ്. 2 സ്റ്റേറ്റ് ആണോ എന്ന് പോലും തോന്നിപ്പോവും. അത്രയ്ക്ക് നല്ലൊരു ക്ലൈമറ്റായിരുന്നു തിരുമലയിൽ. അങ്ങനെ നമ്മളവിടെ എത്തി. ബസ് സ്റ്റാൻഡിനടുത്ത് നിന്ന് തന്നെ നമുക്ക് പല പല എൻട്രൻസുകൾ വരുന്നുണ്ട്. നമ്മൾ ഏതോ ഒരു എൻട്രൻസ് വഴിക്ക് കയറിയിട്ടാണ് നമ്മൾ പോയി മൊട്ടയടിക്കുന്നതൊക്കെ കണ്ടുപിടിച്ചത്. നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈം ആയിരുന്നു അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ വട്ടം കറങ്ങി നിന്ന് മൊട്ടയടിക്കുന്ന സമയം തീരാനായപ്പോഴാണ് ഏകദേശം ഞങ്ങൾ ചെന്നത്. ഞാനും കുഞ്ഞും ഞങ്ങളുടെ മാമനും മൊട്ടയടിച്ചു. മാമൻ്റെ പ്ലാൻ പെട്ടെന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേര് മൊട്ടയടിച്ചു. ആദ്യമേ എൻ്റെ ടോക്കണായിരുന്നു, അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞ്, അത് കഴിഞ്ഞപ്പോൾ മാമൻ. അങ്ങനെയായിരുന്നു ഞങ്ങൾ മൊട്ടയടിച്ചത്. സംഭവം അവിടെ മൊട്ടയടിക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. പക്ഷേ എന്നാലും നമ്മുടെ ദക്ഷിണ എന്നൊക്കെ പറഞ്ഞാൽ അവർ കുറച്ചൊക്കെ പൈസയൊക്കെ മേടിക്കും. അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ പിന്നെ പറയാൻ വേണ്ടിയിട്ട് വന്നത്, നമ്മൾ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ സുബതം എന്ന് പറയുന്നൊരു എൻട്രൻസ് ഉണ്ട്. 12 മാസം അതിന് താഴെയുള്ള കുട്ടികൾക്കാണ് ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് പറ്റും. കുഞ്ഞിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രം ഓക്യുപ്പൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അവിടെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചപ്പോൾ പറയാൻ പറ്റിയത് 2 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്കൊരു കൺസിഡറേഷൻ കിട്ടും എന്നുള്ളതാണ്. ഞങ്ങൾ പക്ഷേ അതറിഞ്ഞത് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴായിരുന്നു. അപ്പം നമ്മൾ 2 വയസ്സിന് താഴെ വരെയുള്ള കുട്ടികളെ കൊണ്ടാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുബത എൻട്രൻസ് ത്രൂ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഒരു 1-2 മണിക്കൂറിനകം കുട്ടിക്കും കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും പിന്നെ സിബ്ലിങ്സ് അണ്ടർ 12 ഇയേഴ്സ് ഓഫ് ഏജും ദർശനം ഫ്രീ ആണ്. അപ്പം ഞങ്ങളുടെ ദർശനം നാളെ ആയിരുന്നു. അപ്പം നമ്മുടെ ദർശനത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നാളെ. അപ്പോൾ ബൈ ബൈ.